വ്യാജമരുന്ന് നൽകി വീട്ടമ്മയുടെ ജീവൻ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി ആരോപണം. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിനി രമണി മോഹനാണ് തട്ടിപ്പിന് ഇരയായത്. മലേഷ്യയിൽ നിന്നും കടത്തിയ വ്യാജ സ്റ്റെം സെൽ മരുന്ന് നൽകി 25,000 രൂപ തട്ടിയെടുത്തതായി കുടുംബം പരാതി പറയുന്നു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. ഞാൻ ദിവ സീക്രട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മരുന്നാണ് കഴിച്ചത്. മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്ന വിനോദ് KP എന്ന് പറയുന്ന ഒരു വ്യക്തി, ജയരാജ്, മലപ്പുറത്തുള്ള ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ജയരാജ് ആണ് ഈ പ്രോഡക്റ്റ് എനിക്ക് തരുന്നത്. അത് ഗവൺമെന്റിന്റെ ലൈസൻസോടുകൂടിയാണെന്നും പറഞ്ഞു, GST ഒക്കെ അടയ്ക്കുന്ന പ്രോഡക്റ്റ് ആണെന്നും പറഞ്ഞാണ് തന്നത്. അദ്ദേഹത്തിന് ഡയബറ്റിക്കിന്റെ അസുഖം ഉണ്ടായിരുന്നു. 6 മാസം കഴിച്ചപ്പോഴേക്കും ഡയബറ്റിക് പൂർണ്ണമായിട്ടും മാറി. പ്രമേഹം 6 മാസം കൊണ്ട് പൂർണ്ണമായും ഭേദമാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് മലപ്പുറം സ്വദേശിയായ ജയരാജ് PB എന്ന വ്യക്തി വീട്ടമ്മയെ കൊണ്ട് DVS എന്ന് പേരിട്ടിരിക്കുന്ന സ്റ്റെം സെൽ തെറാപ്പി മരുന്ന് വാങ്ങിപ്പിച്ചത് എന്നാണ് ആരോപണം. ഇത് വിശ്വസിപ്പിക്കാനായി പ്രമേഹം മാറിയെന്ന തരത്തിലുള്ള വ്യാജ ലാബ് സർട്ടിഫിക്കറ്റുകൾ കാണിച്ചതായും ഗവൺമെന്റ് അംഗീകാരമുള്ള മരുന്നാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 25,000 രൂപ തട്ടിയെടുത്തതായും കുടുംബം ആരോപിക്കുന്നു. എന്റെ 25,000 രൂപയുടെ പ്രോഡക്റ്റാണ് ഞാൻ മേടിച്ച് ഉപയോഗിച്ചത്. സർക്കാരിന്റെ അംഗീകാരമുള്ള മരുന്നാണെന്നും പറഞ്ഞു, അതുപോലെ തന്നെ ഡോക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ പല പല കള്ളത്തരങ്ങളാണ് പറഞ്ഞത്. അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ഒക്കെ പ്രോഡക്റ്റുകൾ ധാരാളം ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല റിസൾട്ടാണ്. എന്റെ ഈ റിസൾട്ട് കാണിച്ചാണ് ഞാൻ അവരെ എല്ലാം ഇതിനകത്ത് ഇറക്കിയേക്കുന്നതെന്ന് പറഞ്ഞു. ആയുഷ് മന്ത്രാലയത്തിന്റെ ഡോക്ടറാണ്, സീനിയർ കൺസൾട്ടന്റ് ആണ് എന്നാണ് ആദ്യം എന്നോട് പറയുന്നത്. മരുന്ന് കഴിച്ച് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രമണി മോഹന് കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. കാഴ്ചശക്തിക്ക് ഗുരുതരമായ മങ്ങൽ അനുഭവപ്പെടുകയും ഷുഗർ ലെവൽ അപകടകരമായ രീതിയിൽ ഉയരുകയും ചെയ്തു. 3 മാസം കഴിച്ചാൽ പോരാ, 6 മാസം കഴിക്കാം. അപ്പോൾ 3 മാസം കഴിച്ചപ്പോൾ ഒരു 10, 5, 8, 9 വോട്ട് ചെയ്തപ്പോഴേ ഒരു വല്ലാത്ത വല്ലാഴിയും കാഴ്ചക്കുറവും വന്നപ്പോൾ അത് പറഞ്ഞത് 6 മാസം കഴിച്ചാലേ ഒക്കത്തുള്ളൂ. ഇതൊക്കെ ഡൗൺ ആയി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർ പറഞ്ഞത്, അപ്പം ഡോക്ടർ ഈ മരുന്ന് കഴിച്ച കാര്യം പറഞ്ഞില്ല. കാരണം ഈ പ്രശ്നമുണ്ട്, നീർക്കെട്ടാണ്, അത് കാരണം ഞരമ്പിന് പ്രശ്നം, അതുകൊണ്ട് ഞരമ്പിനുള്ള ഇഞ്ചക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. അതിന് ഷുഗർ കുറച്ചിട്ട് ചെല്ലാൻ പറയും. ഇപ്പം ഷുഗറുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, ഷുഗറുണ്ട്. മരുന്ന് കഴിച്ചിട്ട് അതിന് ഷുഗർ കുറച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. ഇത് കണ്ണിന് കാഴ്ച വരെ നഷ്ടപ്പെടുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്നവരൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ പ്രോഡക്റ്റ് കഴിച്ചത്. ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെയോ ആരോഗ്യവകുപ്പിന്റെയോ യാതൊരുവിധ നിയമപരമായ അനുമതിയുമില്ലാതെ മലേഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് കള്ളക്കടത്തായി എത്തിക്കുന്ന വ്യാജ മരുന്നാണിതെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. കൂടാതെ പരാതിക്കാരിയുടെ പേര് ദുരുപയോഗം ചെയ്ത നാട്ടിലെ മറ്റു പലരിൽ നിന്നും മണി ചെയിൻ മാതൃകയിൽ ഇയാൾ പണം തട്ടിയതായും ആക്ഷേപമുണ്ട്. പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന ജയരാജിനെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടമ്മയുടെ ആവശ്യം. സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രി, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ വീട്ടമ്മ പരാതി നൽകി കഴിഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട.